ഹായ്, നമ്മൾ ഫ്രാക്ഷൻ്റെ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തു. ഫ്രാക്ഷനെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്രാക്ഷനെ പോലെ തന്നെ ഒരു ക്വാണ്ടിറ്റിയാണ്. ഫ്രാക്ഷൻ നമ്മൾ പറഞ്ഞു മുഴുവനല്ലാത്തൊരു ക്വാണ്ടിറ്റിയെ റെപ്രസെൻറ്റ് ചെയ്യാനാണെന്ന് പറഞ്ഞു. ഇപ്പോൾ ഫ്രാക്ഷൻ അല്ലാതെ ഇപ്പോൾ രണ്ട് നമ്പേഴ്സിന് ഇടയിലുള്ള 10, 11 ഈ രണ്ട് നമ്പറുകൾക്കിടയിലും ഒരുപാട് നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ അതിനെയൊക്കെ എങ്ങനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക? അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒരു ഉദാഹരണം കാണിക്കാം. ഇതിപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും കൊറോണ തുടങ്ങിയതിന് ശേഷം. ഇത് നമ്മുടെ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റാണ്, തെർമോമീറ്ററാണ്. ഇതിൽ പറയുന്നത് 37.5 ഡിഗ്രി സെൽഷ്യസിന് മുകളിലുള്ളവർക്ക് പനിയാണ്, അങ്ങനെയാണ് അതിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള നമ്പേഴ്സ്, അതായത് ദശാംശ സംഖ്യകൾ 37.5 എന്ന് പറഞ്ഞാൽ 37 അല്ല, 37നേക്കാൾ കൂടുതലാണ്. ഒരു ഹോൾ നമ്പർ അല്ല, അതിന് കൂടുതലായിട്ടുള്ളൊരു ക്വാണ്ടിറ്റിയെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ് ഫ്രാക്ഷന് പകരം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഒരു ഉദാഹരണം, നമ്മൾ സാധാരണ വല്ല പച്ചക്കറിയൊക്കെ വാങ്ങാൻ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് തൂക്കിത്തരുമ്പോൾ ഇപ്പോൾ 1 കിലോഗ്രാമിൻ്റെ കൂടെ ഒരു 25 ഗ്രാമൊക്കെ അധികം വന്നാൽ, ഇപ്പോൾ 1.025 എന്ന് പറഞ്ഞ നമ്പറാണ് അതിൽ കാണിക്കണമെന്നുണ്ടെങ്കിൽ അവർ ആ 25 ഒഴിവാക്കി തരും. പക്ഷേ സ്വർണ്ണമൊന്നും വാങ്ങാൻ പോയാൽ അങ്ങനെയല്ല. ഈ പറയുന്ന 0.001 ആണെങ്കിൽ അതുവരെ അവരെന്ത് ചെയ്യും? കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള നമ്പേഴ്സ് അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനെയാണ് നമ്മൾ ഡെസിമൽസ് അല്ലെങ്കിൽ ദശാംശ സംഖ്യകൾ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡെസിമൽ ഫ്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ ബൈ പവേഴ്സ് ഓഫ് 10, അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ദെൻ കൺവേർട്ടിംഗ് ഡെസിമൽസ് ഇൻ ടു ഫ്രാക്ഷൻ, അതുപോലെ തന്നെ റെക്കറിങ് ഡെസിമൽസ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ആദ്യത്തത്, എന്താണ് ഡെസിമൽ ഫ്രാക്ഷൻ? ദശാംശ ഭിന്നം എന്താണ് എന്നാണ് നോക്കുന്നത്. ഡെസിമൽ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ, ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഭിന്നസംഖ്യയാണ്. ഡെസിമൽ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭിന്നസംഖ്യയാണ്. അതിൻ്റെ പ്രത്യേകത, ആ ഭിന്നസംഖ്യയുടെ ഡിനോമിനേറ്റർ 10 അല്ലെങ്കിൽ 10ൻ്റെ പവറുകളോ ആയിരിക്കും. 10ൻ്റെ പവറുകൾ എന്ന് പറഞ്ഞാൽ 10, 100, 1000, 10,000 അങ്ങനെ പോണതാണ് 10ൻ്റെ പവേഴ്സ്. ഇനി ഉദാഹരണങ്ങളാണ്. 5/10 നമുക്കറിയാം അതൊരു ഫ്രാക്ഷനാണ് അല്ലേ? അതൊരു ഫ്രാക്ഷനാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അതിനൊരു ന്യൂമറേറ്റർ ഉണ്ടായിരിക്കും, ഡിനോമിനേറ്റർ ഉണ്ടായിരിക്കും. അതുപോലെ 312/10,000, 924/100 ഇതെല്ലാം ഫ്രാക്ഷൻസ് ആണ്. പക്ഷേ ഇതിനൊരു പ്രത്യേകതയുണ്ട്. എന്താണ്? എല്ലാത്തിൻ്റെയും ഡിനോമിനേറ്റേഴ്സ് 10 അല്ലെങ്കിൽ 10ൻ്റെ പവറുകളോ ആണ്. ഈ ടൈപ്പ് ഫ്രാക്ഷനെയാണ് നമ്മൾ ഡെസിമൽ ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത്. ഈ ഫ്രാക്ഷൻ എന്നുള്ള രൂപത്തിൽ നിന്ന് മാറി നമ്മളതിനെ എഴുതുമ്പോൾ അതെന്തായി മാറും? ദശാംശ സംഖ്യ, ഡെസിമൽസായി മാറും. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുമ്പേ നമ്മളൊരു സാധാരണ ഒരു സംഖ്യ 1356, ഈ സംഖ്യ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു സംഖ്യയാണ് 1356. നമ്മൾ പഠിച്ചിട്ടുണ്ട് സംഖ്യകൾ എഴുതുമ്പോൾ അതിന് എന്തൊക്കെ ഉണ്ടാവും? ഒറ്റയുടെ സ്ഥാനത്തേക്കം 10ൻ്റെ സ്ഥാനത്ത്, 100ൻ്റെ സ്ഥാനത്ത്, 1000ൻ്റെ സ്ഥാനത്ത്, അങ്ങനെ പോകും. അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെയാണ് പറയുക? ഈ 1356 6 ഒന്നുകൾ, 5 പത്തുകൾ, 3 നൂറുകൾ, 1 1000 അല്ലേ? അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെയാണ് ശരിക്കും ഈ സംഖ്യ വരുന്നത്? 1 × 1000, 3 × 100, 5 × 10, 6 × 1 എല്ലാം കൂടെ ചേരുമ്പോഴാണ് നമുക്ക് ഈ സംഖ്യ കിട്ടുന്നത്. ഇതിവിടെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഡെസിമൽസിനെ എങ്ങനെയാണ് നമ്മൾ ഇതേപോലെ പറയുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഡെസിമൽസ് നോക്കാം, ദശാംശ സംഖ്യകൾ. ഒരു ഉദാഹരണം എഴുതാം. 12.3256. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയാണെങ്കിൽ ഇവിടെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ 2 ഒന്നുകൾ, 1 10. ഇനി
പോയിൻറ്റിന് ശേഷം വരുന്ന ദശാംശ സ്ഥാനത്തിന് ശേഷം വരുന്ന സംഖ്യകളെ നമ്മൾ എങ്ങനെയാണ് സ്ഥാനത്തിനനുസരിച്ച് പറയുക എന്നാണ് നോക്കുന്നത്. നമ്മൾ പോയിൻറ്റിന് ലെഫ്റ്റിലേക്കാണെങ്കിൽ എങ്ങനെ പറയുക? റൈറ്റിലുള്ളത് ഒറ്റയുടെ സ്ഥാനത്ത് 2 ഒന്നുകൾ 1 10. ഇനി പോയിൻറ്റിൻ്റെ റൈറ്റിലേക്ക് വരുമ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്. ആദ്യത്തെ സ്ഥാനത്തിന് പറയുന്ന പേരാണ് ടെൻസ്, TENTHS. അതുപോലെ രണ്ടാമത്തെ സ്ഥാനമാണ് ഹൺഡ്രഡ്സ്, മൂന്നാമത്തത് തൗസൻഡ്സ്, അതുപോലെ നാലാമത്തത് 10,000s, അങ്ങനെ പോകും. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. ആദ്യത്തത് 1 × 10 2 × 1. മൂന്നാമത്തെ പോയിൻ്റ് കഴിഞ്ഞിട്ട് വരുന്ന 3 എന്ന് പറഞ്ഞ സംഖ്യ 10th പൊസിഷനിലാണ് എന്ന് പറഞ്ഞാൽ 3/10. 2 എന്ന് പറഞ്ഞത് 100th പൊസിഷനിലാണ്, അതുകൊണ്ട് 2/100. 5 എന്ന് പറഞ്ഞത് 1000s പൊസിഷനിലാണ്, സോ 5/1000. 6 എന്ന് പറഞ്ഞത് 10,000s പൊസിഷനിലാണ്, അപ്പോൾ 6/10,000. ഇനി ഇതെല്ലാം കൂടെ അതിൻ്റെ വാല്യൂസ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന നമ്പർ 12.3256 ആയിരിക്കും. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി എങ്ങനെയാണ് ഇതിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്ന് നോക്കാം. എങ്ങനെയാണ് ഡെസിമൽസ് റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ളത്. നമ്മൾ പറഞ്ഞു ഡെസിമൽ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? 10 അതിൻ്റെ പവറുകളോ ഡിനോമിനേറ്റേഴ്സ് ആയിട്ട് വരുന്ന ഭിന്നസംഖ്യകളെയാണ് ഡെസിമൽ ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിനെ എങ്ങനെയാണ് ഡെസിമൽസ് ആക്കി റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നാണ് നോക്കുന്നത്. ആദ്യം ചെയ്യേണ്ടത് ദ ഡിനോമിനേറ്റർ ഈസ് ഒമിറ്റഡ്. എ ഡെസിമൽ പോയിൻ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് ഡിഫറെൻറ്റ് പൊസിഷൻ ഓഫ് ദി നമ്പർ കറസ്പോണ്ടിങ് ടു ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഡിനോമിനേറ്റർ. ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്താ? ഡിനോമിനേറ്ററിലുള്ള 10 അല്ലെങ്കിൽ അതിൻ്റെ പവറുകളെയോ നമ്മൾ ഒഴിവാക്കും. അതിനുശേഷം എന്ത് ചെയ്യും? ഒരു ഡെസിമൽ പോയിൻ്റ് പ്ലേസ് ചെയ്യും ആ സംഖ്യയിൽ. എങ്ങനെ? നമ്മൾ ഒഴിവാക്കിയ ഡിനോമിനേറ്ററിൻ്റെ പവർ എത്രയാണോ അല്ലെങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണോ അതിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു പോയിൻ്റ് ഇട്ട് കൊടുക്കും. ഇനി നമ്മൾ സാധാരണ ഒരു സംഖ്യ പറയുകയാണ്. ഇപ്പോൾ 12 എന്ന് പറഞ്ഞ സംഖ്യ, അതിൽ ദശാംശ പോയിൻ്റ് എവിടെയാണ്? ഡെസിമൽ പോയിൻ്റ് എവിടെയാണ്? 12ൻ്റെ ഡെസിമൽ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ 12.0000 എന്ന് വേണമെങ്കിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഏതൊരു സംഖ്യ എഴുതി കഴിഞ്ഞാലും അതിന് എന്തുണ്ട്? ഒരു ഡെസിമൽ പോയിൻ്റ് ഉണ്ട്. അത് നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ, ഡെസിമൽ പോയിൻറ്റിന് ശേഷം സംഖ്യകൾ വരുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മളത് കാണിക്കാറുള്ളൂ എന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നോക്കുക, ഒന്നാമത്തെ ഉദാഹരണം. ഇനി ഇവിടെ ഇപ്പോൾ ഈ കാണിച്ചിട്ടുള്ളത് 10ൻ്റെ പവറുകൾ 10⁻1. 10ൻ്റെ പവർ 1 ആണ് സംഖ്യ 10. 10⁻2 100, 10⁻3 1000, 10⁻4 10,000, അങ്ങനെ പോകും. ഇനി ഒന്നാമത്തെ ഉദാഹരണം നോക്കാം. 5/10. ഒറ്റ നോട്ടത്തിൽ അറിയാം അതൊരു ഡെസിമൽ ഫ്രാക്ഷനാണ്. കാരണം ഡിനോമിനേറ്റർ 10 ആണ്, അല്ലെങ്കിൽ 10 അതിൻ്റെ പവറോ ആണ്. ഇനി എങ്ങനെയാണ് നമ്മളിതിനെ ഒരു ദശാംശ സംഖ്യയാക്കി ഡെസിമലാക്കി മാറ്റുക എന്നുള്ളതാണ് നോക്കുന്നത്. ഇപ്പോൾ 5/10 ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഇനി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? ഡിനോമിനേറ്റർ ഒമിറ്റ് ചെയ്യണം. ഡിനോമിനേറ്റർ 10 എന്ന ഡിനോമിനേറ്റർ നമ്മൾ ഒഴിവാക്കണം. ഒഴിവാക്കുമ്പോൾ എന്ത് ചെയ്യണം? അത് 10ൻ്റെ ഏത് പവറാണെന്ന് നോക്കുക. 10⁻1 ആണ്. ഇനി അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എത്ര പൂജ്യങ്ങളുണ്ട് ഡിനോമിനേറ്ററിൽ നോക്കിയാലും മതി. അപ്പോൾ ഇവിടെ 10⁻1 ആണ്. 10⁻1 ആയതുകൊണ്ട് തന്നെ നമ്മൾ ഡിനോമിനേറ്റർ ഒഴിവാക്കുമ്പോൾ എന്ത് ചെയ്യണം? ഒരു സ്ഥാനം പോയിൻറ്റിൻ്റെ റൈറ്റിലേക്ക് നീക്കണം. ഒരു സ്ഥാനം, അതാണ് ഒരു ആരോ മാർക്ക് കാണിച്ചിട്ടുള്ളത്. ഇത് തന്നെയാണ് നമ്മൾ 10 അതിൻ്റെ പവർ കൊണ്ടോ ഹരിക്കുമ്പോഴും ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്ഥാനം പോയിൻറ്റിൻ്റെ റൈറ്റിലേക്ക് നീക്കണം എന്ന് പറഞ്ഞാൽ ലെഫ്റ്റിൽ നിന്ന് ഒരു സംഖ്യ നീങ്ങണം. ഏത് സംഖ്യയാണ് നീങ്ങാനുള്ളത്? 5 എന്ന് പറഞ്ഞ സംഖ്യ. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 0.5 എന്ന് കിട്ടി. അതുപോലെ അടുത്തൊരു ഉദാഹരണം നോക്കാം. 35/100. ഒറ്റ നോട്ടത്തിൽ അറിയാം 10ൻ്റെ ഏതാണ് പവർ? 10⁻2. അപ്പോൾ എത്ര സംഖ്യ പോയിൻറ്റിൻ്റെ റൈറ്റിലേക്ക് നീക്കണം? 2 സംഖ്യ പോയിൻറ്റിൻ്റെ റൈറ്റിലേക്ക് നീക്കണം. അപ്പോൾ എത്ര വരും?
0.35 എന്ന് വരും. ദെൻ 3648/1000. 10³ ആണ് പവർ. അപ്പോൾ എത്ര സംഖ്യ റൈറ്റിലേക്ക് നീക്കണം? 3 സംഖ്യകൾ പോയിൻറ്റിൻ്റെ റൈറ്റിലേക്ക് നീക്കണം. അപ്പോൾ എത്രയാണ് വരിക? 3.648 എന്ന് വരും. അതുപോലെ അടുത്തൊരു ഉദാഹരണം 127/10,000. എത്ര സംഖ്യ നീക്കണം? 4 സംഖ്യ. പക്ഷെ നീക്കാൻ എത്ര സംഖ്യ ഉള്ളൂ? 3 സംഖ്യകളേ ഉള്ളൂ. 1, 2, 7. പക്ഷെ 4 സംഖ്യ നീക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? 1 കഴിഞ്ഞിട്ട് ഒരു 0 കൂടെ ഇട്ടിട്ട് റൈറ്റിലേക്ക് നീക്കുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 0.0127. ഇനി ദശാംശ പോയിൻ്റ് നമ്മൾ ഇടുന്ന ഭാഗമുണ്ടല്ലോ, ഡെസിമൽ പോയിൻ്റ്, അതിൻ്റെ മുമ്പ് നമ്മൾ 0 ഇടുന്നത് എന്തിനാന്ന് വെച്ചാൽ പോയിൻ്റ് എവിടെയാണ് ഇട്ടതെന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ ലെഫ്റ്റ് സൈഡിൽ 0 ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിലൊരു കൺഫ്യൂഷൻ വേണ്ട. ദെൻ ഇനി അടുത്തത് നമ്മൾക്ക് പഠിക്കാനുള്ളത് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ ബൈ പവേഴ്സ് ഓഫ് 10. 10ൻ്റെ പവർ കൊണ്ട് ഗുണിക്കുകയും ഹരിക്കുകയും ചെയ്യുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് 10, 100, 1000, 10000, ലക്ഷം, 10 ലക്ഷം ഇങ്ങനത്തെ സംഖ്യകൾ കൊണ്ട് ഗുണിക്കാൻ തരികയോ അല്ലെങ്കിൽ ഹരിക്കാൻ തരികയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് ക്രിയകളൊന്നും ചെയ്യണ്ട, വളരെ സിമ്പിളായിട്ട് ചെയ്യാം. അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഒന്നാമത്തത് മൾട്ടിപ്ലിക്കേഷൻ. ക്വസ്റ്റ്യൻ നോക്കുക. 424 × 10. 424 × 10. ഇവിടെ 10ൻ്റെ പവർ എത്രയാണ്? 1 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഗുണിക്കുക ആയതുകൊണ്ട് പോയിൻറ്റിൻ്റെ റൈറ്റിൽ നിന്നും ഒരു സംഖ്യ ലെഫ്റ്റിലേക്ക് നീക്കണം. പോയിൻറ്റിൻ്റെ റൈറ്റിൽ നിന്ന്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാൻ വേണമെങ്കിൽ 424.0000 എന്ന് എഴുതാം. × 10. ഇനി ഗുണിക്കുക ആയതുകൊണ്ട് തന്നെ എങ്ങോട്ടാണ് നീക്കേണ്ടത്? പോയിൻറ്റിൻ്റെ ലെഫ്റ്റിലേക്ക് ഒരു സംഖ്യ നീക്കണം. ഒരു സംഖ്യ ലെഫ്റ്റിലേക്ക് നീക്കുമ്പോൾ എന്ത് ചെയ്യും? ഒരു 0 പോയിൻറ്റിൻ്റെ ലെഫ്റ്റിലേക്ക് വരും. അപ്പോൾ കിട്ടുന്ന ആൻസർ എത്രയാണ്? 4240 എന്ന് കിട്ടി. അടുത്തൊരു ഉദാഹരണം നോക്കാം. 3.732 × 10,000. നോക്കുക, 10ൻ്റെ പവർ എത്രയാണ്? 4 ആണ്. അപ്പോൾ എത്ര സംഖ്യ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക്, പോയിൻറ്റിൻ്റെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നീക്കണം? 4 സംഖ്യ നീക്കണം. പോയിൻ്റ് കഴിഞ്ഞിട്ട് എത്ര സംഖ്യ ഉള്ളൂ? 3 സംഖ്യ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു 0 കൂടെ നീക്കണം. അപ്പോൾ എത്ര കിട്ടും? 37,320 എന്ന് കിട്ടും. ദെൻ ഒരു ക്വസ്റ്റ്യനും കൂടെ. 0.0019 × 1000. അപ്പോൾ എന്ത് ചെയ്യുക? 1000 കൊണ്ടാണ് ഗുണിക്കുന്നത്. അപ്പോൾ എത്ര സംഖ്യകൾ നീക്കണം? 3 സംഖ്യകൾ നീക്കണം. ഇനി ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക. 0.0019 ആണ് അല്ലേ? പോയിൻ്റ് കഴിഞ്ഞിട്ട് 2 0 ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു 0 അല്ലാത്ത സംഖ്യ ഉള്ളത് കൊണ്ട് ആ 2 0-നും വിലയുണ്ട്. അപ്പോൾ നമ്മൾ 3 സംഖ്യകൾ നീക്കുമ്പോൾ ആ 2 0 പിന്നെ ഒരു 1 നമുക്ക് കിട്ടുന്ന ആൻസർ 1.9 ആയിരിക്കും. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ദെൻ ഡിവിഷൻ എങ്ങനെയാണ് 10 അതിൻ്റെ പവറുകൾ കൊണ്ടുള്ള ഡിവിഷൻ എന്ന് നോക്കാം. ഒന്നാമത് 312/100. നമ്മൾ ഗുണിക്കുമ്പോൾ എന്താ ചെയ്തത്? പോയിൻറ്റിൻ്റെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് സംഖ്യകൾ നീക്കിയത്. അപ്പോൾ ഹരിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? പോയിൻറ്റിൻ്റെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് സംഖ്യകൾ നീക്കണം അല്ലേ? അപ്പോൾ നോക്കുക, ഇവിടെ 10ൻ്റെ പവർ എത്രയാണ്? 10ൻ്റെ പവർ 2 ആണ്. 100 അല്ലേ? അപ്പോൾ എത്ര സംഖ്യ നീക്കണം? 2 സംഖ്യ നീക്കണം. അപ്പോൾ ആൻസർ എത്ര കിട്ടും? 3.12 എന്ന് കിട്ടും. ദെൻ 5.732/1000. എത്ര സംഖ്യ റൈറ്റിലേക്ക് നീക്കണം? 3 സംഖ്യ റൈറ്റിലേക്ക് നീക്കണം. പോയിൻറ്റിൻ്റെ ലെഫ്റ്റിൽ എത്ര സംഖ്യ ഉള്ളൂ? 5 എന്ന് പറഞ്ഞൊരു സംഖ്യ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ 2 0 കൂടെ എന്ത് ചെയ്യണം? റൈറ്റിലേക്ക് നീക്കണം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 0.005732. ദെൻ 9.21/10.
ഹരിക്കുന്നത് 10 കൊണ്ടാണ്. അപ്പോൾ എത്ര സംഖ്യ നീക്കണം റൈറ്റിലേക്ക്? ഒരൊറ്റ സംഖ്യ. അപ്പോൾ ആൻസർ എത്ര വരും? 0.921 എന്ന് വരും. ക്ലിയർ ആയല്ലോ? ഇനി അടുത്തത്, എങ്ങനെയാണ് ദശാംശ സംഖ്യകൾ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുക? നമ്മൾ സാധാരണ സംഖ്യകൾ കൂട്ടുന്നതും കുറയ്ക്കുന്നതും പോലെ തന്നെയാണ് ദശാംശ സംഖ്യകളെയും കൂട്ടും കുറയ്ക്കുകയും ചെയ്യുക. പക്ഷേ ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ സംഖ്യകൾ എഴുതുമ്പോൾ എന്താ ചെയ്യുക? ഒറ്റയുടെ സ്ഥാനം 10ൻ്റെ സ്ഥാനം ഒക്കെ ഒരേ ലൈനിൽ എഴുതിയിട്ടാണല്ലോ കൂട്ടാറ്. അതുപോലെ തന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പോയിൻറ്റ്സ്, ഡെസിമൽ പോയിൻറ്റ്സ് ഒരു വെർട്ടിക്കൽ ലൈനിൽ വരുന്ന രീതിയിൽ വേണം നമ്പേഴ്സ് എഴുതാൻ. ഇപ്പോൾ ഒരു ഉദാഹരണം നോക്കാം. 1.026 പ്ലസ് 33.5759 മൈനസ് 22.61. ഇനി ഇതിൽ കൂട്ടാനുണ്ട് കുറക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഏതാ? അഡീഷനാണ്. ഇനി ഒരു കാര്യം കൂടെ, ആദ്യത്തേത് കൂട്ടാനുള്ളത് നോക്കുക. 1.026 പ്ലസ് 33.5759. രണ്ടാമത് പറഞ്ഞ സംഖ്യയിൽ പോയിൻറ്റിന് ശേഷം എത്ര സംഖ്യകളുണ്ട്? 4 സംഖ്യകളുണ്ട്. ആദ്യത്തെ സംഖ്യയിൽ എത്ര സംഖ്യയുള്ളൂ? പോയിൻറ്റിന് ശേഷം 3 സംഖ്യകളേ ഉള്ളൂ. അതുപോലെ കുറക്കാനുള്ള സംഖ്യയിൽ പോയിൻറ്റിന് ശേഷം 2 സംഖ്യകളേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ചെയ്യുന്ന ക്രിയകളൊന്ന് എളുപ്പമാവാൻ എന്തു ചെയ്യുക? എല്ലാത്തിനും പോയിൻറ്റിന് ശേഷം ഒരേപോലെ സംഖ്യകൾ വരുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യുക. അപ്പോൾ നോക്കുക, ഒന്നാമത് 1.026 ഉള്ളൂ. മറ്റേതിൽ 4 എണ്ണം ഉള്ളതുകൊണ്ട് നമ്മൾ 6 കഴിഞ്ഞിട്ട് ഒരു 0 കൂടെ ചേർത്ത് കൊടുത്തു. ദെൻ അടുത്ത സംഖ്യ 33.5759. ഇനി സാധാരണത്തെ പോലെ കൂട്ടുക. 0 + 9, 6 + 5, 2 + 7, 0 + 5, അങ്ങനെ സാധാരണ നമ്മൾ കൂട്ടുന്ന പോലെ കൂട്ടുക. ഇതേപോലെ പോയിൻറ്റ്സ് എല്ലാം, ഡെസിമൽ പോയിൻറ്റ്സ് എല്ലാം ഒരു വെർട്ടിക്കൽ ലൈനിൽ വരുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യുക. അപ്പോൾ നമ്മളിത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 34.6019 ആണ്. ഇനി എന്ത് ചെയ്യുക? ഇനി കുറക്കാനുള്ളത് 22.61. 61 2 സംഖ്യയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 2 0 അവിടെ ഇട്ട് കൊടുത്തു. എന്നിട്ട് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 11.9919. ഇങ്ങനെയാണ് അഡീഷനും സബ്സ്ട്രാക്ഷനും ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ ചെയ്യാൻ. ഡെസിമൽ പോയിൻറ്റ്സ് ഒരു വെർട്ടിക്കൽ ലൈനിൽ വരുന്ന രീതിയിൽ നമ്പേഴ്സിനെ അറേഞ്ച് ചെയ്യുക. എന്നിട്ട് ആഡ് ചെയ്യാനുള്ളത് ആഡ് ചെയ്യുക, സബ്ട്രാക്റ്റ് ചെയ്യാനുള്ളത് സബ്ട്രാക്റ്റ് ചെയ്യുക. താങ്ക് യു.